അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൂറത്തുൽ ബഖറയുടെ 90-ാമത്തെ ആയത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്തിൻ്റെ അർത്ഥവും അതോടൊപ്പം ഈ ആയത്തിൻ്റെ ഏതാനും വിശദീകരണങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് ഈ 2-ാമത്തെ ക്ലാസ്സിൽ ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളുടെയും പ്രസക്തമായ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠനവിധേയമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുദ്ദേശിക്കുന്ന അവൻ്റെ അടിമയുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ പ്രവാചകത്വം നൽകി എന്നതിൻ്റെ പേരിൽ വിദ്വേഷം കാരണം അല്ലെങ്കിൽ അസൂയയും പകയും കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന അവസരത്തിൽ യഹൂദികളായ ആളുകൾ അവർ ആ പ്രവാചകനെ സ്വീകരിക്കാതെ ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യഹൂദികൾ മാറുകയുണ്ടായി. എന്താണ് യഹൂദികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസൂയ ഉണ്ടാകാൻ കാരണം? ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു തൻ്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് അവർ സത്യനിഷേധികളായി മാറിയത്. അതായത് വരാനിരിക്കുന്ന പ്രവാചകൻ അദ്ദേഹം തങ്ങളുടെ യഹൂദ സമുദായത്തിൽ നിന്നായിരിക്കണമെന്നാണ് ഈ യഹൂദികൾ ആഗ്രഹിച്ചത്. എന്നാൽ ഈ യഹൂദികൾ അത്രയും കാലം വളരെ നിസ്സാരന്മാരായി കണക്കാക്കിയ അറബികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അന്ത്യപ്രവാചകനെ നിയോഗിച്ചപ്പോൾ ഈ യഹൂദികളുടെ അസൂയ കാരണം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇത് അസൂയകളിൽ വെച്ച് ഏറ്റവും വലിയ അസൂയയായിട്ടാണ് സഹോദരങ്ങളെ തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചത്. എന്തെന്നില്ലാത്ത കോപം അള്ളാഹു അവരുടെ മേൽ പ്രകടിപ്പിച്ചത് അതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഫബാഉ ബിഅളബിൻ അലാ അളബ്. അങ്ങനെ അവർ കോപത്തിനു മേൽ കോപവുമായി മടങ്ങി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇവിടെ യഹൂദികളുടെ മേൽ അള്ളാഹുവിന്റെ കോപം അധികമാകാൻ കാരണം അത് അവരുടെ നിഷേധത്തിന്റെ ആധിക്യമാണെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുന്നത്, അള്ളാഹു ഈ യഹൂദികളോട് കോപിക്കുവാൻ കാരണം അവർ തൗറാത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ തിരസ്കരിക്കുകയും അവരിലേക്ക് അയച്ച പ്രവാചകനെ നിഷേധിക്കുകയും ചെയ്തു എന്ന കാരണമാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, യഹൂദികൾ അവർ കോപത്തിനു മേൽ കോപവുമായി മടങ്ങി എന്ന് പറയുമ്പോൾ മുഖ്യമായും അവർ അള്ളാഹുവിന്റെ 2 കോപങ്ങൾക്ക് വിധേയരായ കൂട്ടരാണ് എന്ന്. അതായത് താബഈങ്ങളിൽപ്പെട്ട പ്രമുഖ തഫ്സീർ പണ്ഡിതനായ ഇക്രിമ റഹിമഹുള്ള പറഞ്ഞതുപോലെ അങ്ങനെ അവർ കോപത്തിനു മേൽ കോപവുമായി മടങ്ങി എന്ന് അള്ളാഹു യഹൂദികളെ കുറിച്ച് സൂചിപ്പിച്ചത് കുഫ്റും ബിഈസാ വ കുഫ്റു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈസാ നബി അലൈഹിസ്സലാമയിലുള്ള നിഷേധവും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള നിഷേധവുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇമാം തൊബരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഏതായാലും യഹൂദികളുടെ ഈ നിഷേധ സ്വഭാവം അത് യഹൂദികൾക്ക് നാളെ പരലോകത്ത് ഏറ്റവും വലിയ ഒരു ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കുന്ന, വലിയ നിന്ദ്യത വരുത്തുന്ന ഒരു ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കാനുള്ളത് എന്ന വിഷയത്തിൽ സഹോദരങ്ങളെ, ആ വിഷയത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, വലിൽ കാഫിരീന അദാബും മുഹീൻ. അവിശ്വാസികൾക്ക് നിന്ദ്യമായ ശിക്ഷയുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇവിടെ
പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. നാളെ പരലോകത്ത് അവർക്ക് വേദനാജനകവും നീറുന്നതുമായിട്ടുള്ള ശിക്ഷയായിരിക്കും ആ ആളുകൾക്ക് ലഭിക്കുക, ഇത്തരം അവിശ്വാസികൾക്ക് ലഭിക്കുക. അതായത് അവർ നരകത്തിൽ കിടന്ന് എരിയുന്ന ഒരു അവസ്ഥ അവർക്ക് നേരിടേണ്ടി വരും. ശാശ്വതമായിട്ടുള്ള അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലും അവന്റെ കിതാബിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നതിന് പകരം അള്ളാഹുവിലും അവന്റെ കിതാബിലും അവന്റെ റസൂലിലും അവിശ്വസിക്കുകയാണ് ഈ യഹൂദികൾ ചെയ്തത്. വ്യക്തമായിട്ടുള്ള അറിവും വ്യക്തമായിട്ടുള്ള ബോധ്യവും ഉണ്ടായതോടൊപ്പമാണ് യഹൂദികൾ ഈ രൂപത്തിൽ വെറും അവരുടെ അസൂയ കാരണം, അവരുടെ അഹങ്കാരം കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിക്കാൻ ഇടയായത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാനുള്ള ശിക്ഷ അത് വലിയതായിരിക്കും, അത് വമ്പിച്ചതായിരിക്കും എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന, അദ്ദേഹം പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ട ഈ ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കാരണം അവരുടെ അഹങ്കാരം മാത്രമാണ്. ഈ അഹങ്കാരമാണ് സഹോദരങ്ങളെ അവരുടെ ഹൃദയങ്ങളിൽ അസൂയയും പകയുമൊക്കെ കുത്തിനിറക്കുവാൻ കാരണമാക്കിയത്. ഇത്തരം അഹങ്കാരികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയ ഒരു വിഷയമാണ് സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, തീർച്ചയായും എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവർ ആരാണോ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 90-ാമത്തെ ആയത്തിൽ ഈ ഭാഗം ചർച്ച ചെയ്യുന്ന വേളയിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണമായി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാലദ്ദർരി ഫീ സുവരിൻ നാസ്, അഹങ്കാരികൾ അന്ത്യനാളിൽ ആളുകളുടെ രൂപത്തിൽ ചെറിയ ഉറുമ്പുകളുടെ വലിപ്പത്തിലായി ഒരുമിച്ച് കൂട്ടപ്പെടും. യഅലൂഹും കുല്ലു ശൈഇൻ മിനസ് സിആർ, എല്ലാ ചെറിയതും അവരെക്കാൾ വലുതായിരിക്കും. ഹത്താ യദ്ഖുലു സിജ്നൻ ഫീ ജഹന്നമ യുഖാലു ലഹു ബൗലസ്, ബൗലസ് എന്ന് പറയപ്പെടുന്ന നരകത്തിലുള്ള ഒരു ജയിലിൽ അവർ പ്രവേശിക്കപ്പെടുന്നത് വരെയെന്ന്. അതായത് ബൗലസ് എന്ന് പറയപ്പെടുന്ന നരകത്തിലുള്ള ഒരു ജയിലിൽ അഹങ്കാരികൾ പ്രവേശിക്കപ്പെടുന്നത് വരെ അവർ അന്ത്യനാളിൽ ആളുകളുടെ രൂപത്തിൽ ചെറിയ ഉറുമ്പുകളുടെ വലിപ്പത്തിലായി അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തഅലൂഹും നാറുൽ അൻയാർ, കഠിനമായ തീ അവരെ വലയം ചെയ്യും. യുസ്ഖൗന മിൻ തീനിഹിൽ ഖബാൽ, യുസ്ഖൗന മിൻ തീനത്തിൽ ഖബാലി ഉസാറത്തി അഹ്ലിൻ നാർ, നരകവാസികളുടെ നീരിൽ നിന്ന്, അതായത് രക്തവും ജലവും കലർന്ന നരകവാസികളുടെ നീരിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അഹങ്കാരികളെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അഹങ്കാരികളായ സത്യനിഷേധികൾക്ക് വേദനാജനകവും നീറുന്നതുമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം അതുപോലെ തന്നെ അതിൻ്റെ ഭയാനകതയും വിശദീകരിച്ചു തരികയാണ് ഈ ആയത്ത് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ പണ്ഡിതന്മാര് നമുക്ക് ഈ രൂപത്തിൽ പഠിപ്പിച്ചു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 90-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്തിൻ തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുള്ള അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ആ ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.